ഇഷ്ടം നമുക്ക് നമ്മോടും ചുറ്റുപാടുള്ള പലതിനോടും ഇഷ്ടമുണ്ട്. ഈ ഇഷ്ടത്തിലേക്ക് നമുക്കൊരു ദൂരമുണ്ടെങ്കിലും ഇഷ്ടപ്പെടുന്നവയോട് നമ്മൾ എത്രത്തോളം ആണ് ദൂരം കൽപ്പിക്കുന്നത്? ഇതാണ് ഇന്നത്തെ ചിന്താ വിഷയം. അതിനെക്കുറിച്ച് നമ്മളിവിടെ പറയുന്നത് ഇങ്ങനെയാണ്: ലാക്കിംഗ് ഹാസ് ഡിസ്റ്റൻസ്, യെറ്റ് അവെയർനെസ് ക്യാൻ എംബ്രേസ് ദ ഹോൾ ഓഫ് ലൈഫ്. ഇഷ്ടത്തിന്റെ ദൂരം അവനവൻ, പ്രിയപ്പെട്ടവർ, ബന്ധുക്കൾ, പരിചയക്കാർ, അരുമ മൃഗങ്ങൾ, ജന്തുജാലങ്ങൾ, വളർത്തുസസ്യങ്ങൾ, നമ്മുടേതല്ലാത്ത സസ്യങ്ങൾ, കാട്, അവനവന്റെ മണ്ണ്, മറ്റുള്ളവരുടെ മണ്ണ്, ഭൂമി, സൗരയൂഥം, പ്രപഞ്ചം. നമ്മുടെ ഇഷ്ടത്തിന്റെ ദൂരം ഇങ്ങനെ വിധാനിച്ചിരിക്കുന്നു. ഇങ്ങനെയേ വിധാനിക്കാനാവൂ, എത്ര ആത്മസാക്ഷാത്കാരം ഉണ്ടായാലും. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാകട്ടെ, സൗഖ്യകരമാകട്ടെ. അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ വരെയും നയിക്കുമാറാകട്ടെ. ഇഷ്ടം എന്ന് പറയുന്നത് എന്താണ്? അത് നമ്മുടെ ആത്മബന്ധത്തിന്റെ സ്വാഭാവികമായിട്ടുള്ളൊരു വിധാനമാണ്, അല്ലെ? നമ്മൾ മറ്റൊന്നുമായിട്ട് നമ്മളെങ്ങനെ നമ്മുടെ ആത്മത്തെ അതുമായി എങ്ങനെ ബന്ധിപ്പിച്ചിരിക്കുന്നു എന്നതിന്റെ സ്വാഭാവികമായിട്ടുള്ളൊരു വിധാനത്തെയാണ് നമ്മൾ സാധാരണ ഇഷ്ടമെന്ന് പറയുന്നത്. ആ ഇഷ്ടത്തിന് എപ്പോഴും ഒരു ദൂരമുണ്ട്. ചിലരോട് കൂടുതൽ ഇഷ്ടം, ചിലരോട് കുറച്ചിഷ്ടം. അപ്പോ ഈ എല്ലാവരെയും സ്നേഹിക്കണമെന്ന് നമ്മൾ പറയാറുണ്ടല്ലേ, എല്ലാത്തിനോടും സ്നേഹം ആവശ്യമാണ്. പക്ഷെ ചിലതിനോടാണ് നമുക്ക് ഇഷ്ടം കൂടുതൽ തോന്നുക. ചില ജീവികളോട്, ചില വ്യക്തികളോട്, ചില സാഹചര്യങ്ങളോട് നമ്മൾ കൂടുതൽ അടുപ്പം കാണിക്കും. അത് ഇഷ്ടത്തിന്റെ ദൂരത്തെയാണ് കാണിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ഇഷ്ടത്തിന്റെ ദൂരം എന്ന് വെച്ചാൽ എന്താണ്? ഇഷ്ടം നമ്മൾ എന്തിനോടാണോ ഇഷ്ടമുള്ളത് അതിനെ നമ്മൾ നിർത്തുന്ന ഒരു ദൂരമുണ്ട്, അതിനോട് സ്വാഭാവികമായിട്ടുള്ള അടുപ്പമുണ്ട്. ഈ ആത്മബന്ധം എന്നുള്ളത് ഈ ആദ്യത്തെ ഇഷ്ടപ്പെട്ട വസ്തുവിനോടും രണ്ടാമത് ഇഷ്ടപ്പെട്ട വസ്തുവിനോടുമുള്ള ആ ആത്മബന്ധത്തിന്റെ തീവ്രതയിലുള്ള വ്യത്യാസമില്ല, അതാണ് ഈ ദൂരത്തെ നിർണ്ണയിക്കുന്നത്. നമ്മൾ ഒരിക്കലും രണ്ടു വസ്തുക്കളെ ഒരുപോലെ പരിഗണിക്കാനാവില്ല. അത് ചിലതിനോട് അടുപ്പമായിരിക്കും ഉണ്ടാവുക, ചിലതിനോട് കുറച്ച് അകലത്തിലായിരിക്കും ഉണ്ടാവുക. ഇഷ്ടമായിരിക്കും, പക്ഷെ കുറച്ച് അകലത്തിലായിരിക്കും ഉണ്ടാവുക. നമ്മുടെ അയൽക്കാരനോടുള്ള ഇഷ്ടം അല്ലല്ലോ സ്വന്തം കുഞ്ഞിനോട് ഉണ്ടാവുക, അല്ലല്ലോ, അല്ലെ? അയലത്തെ കുഞ്ഞിനോട് ഇഷ്ടം ഉണ്ടാവും, ഇഷ്ടമില്ലാതെ ഇല്ല. പക്ഷെ അയലത്തെ കുഞ്ഞിനോടുള്ള ഇഷ്ടം നമ്മുടെ കുഞ്ഞിനോടുള്ള ഇഷ്ടം കഴിഞ്ഞിട്ടേ വരും. അവിടെ ഒരു വേർതിരിവ് നമുക്ക് വരുന്നില്ലേ? ഉണ്ട്. വേർതിരിവ് എന്ന് പറയുന്നത് കൃത്രിമമായിട്ട് വരുന്നതല്ല, അത് സ്വാഭാവികമാണ്. അപ്പോ ഇത് ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ പച്ചയായ അനുഭവത്തിൽ രൂപപ്പെടുന്ന ഒരു ബന്ധക്രമമാണ് ഈ ഇഷ്ടത്തിന്റെ ദൂരം എന്ന് പറയുന്നത്. അതില് എപ്പോഴും നമ്മൾ ഏറ്റവും അടുത്ത ഒരു വൃത്തമുണ്ട്. അതിലേറ്റവും ആദ്യത്തത് അവനവൻ തന്നെയാണ്, ഞാൻ എന്നോടുള്ള ഇഷ്ടം എന്നുള്ളത്. അവിടെ ചിലർക്ക് ചില പാളിച്ചകൾ പറ്റാറുണ്ട്. അവനവനോടുള്ള ഇഷ്ടം നഷ്ടപ്പെടുന്ന ഒരവസ്ഥ. അത് ഈ സ്വയം ബോധ്യപ്പെടാനാകാതെ, അതായത് സ്വയമേവ ഉണ്ടാവുന്ന ഈ ആത്മചിത്രമുണ്ടല്ലോ, അവനവനെ കുറിച്ചുള്ള ചിത്രമുണ്ട്. ഈ ചിത്രത്തിൽ വരുന്ന പാളിച്ചകളാണ്. ഇത് സാമൂഹ്യമായിട്ടുള്ള ചില സ്വാധീനങ്ങൾ കൊണ്ട്, ചെറിയ കാലത്ത് തന്നെ ഈ ആത്മചിത്രത്തിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ കൊണ്ടാണ് അവനവനോടുള്ള ഇഷ്ടത്തിൽ ചില കുറവ് വരുന്നത്. ഈ കുറവ് അവന്റെ ജീവിതം മുഴുവൻ റിഫ്ലക്ട് ചെയ്യും. അവൻ എന്ത് ചെയ്ത് കഴിഞ്ഞാലും അവിടെ എല്ലാം തന്നെ ഇത് ബാധിക്കുന്നത് കാണാനും കഴിയും. എങ്കിലും നമുക്ക് ഇഷ്ടം തോന്നുക എന്നുള്ളതിൽ ഏറ്റവും ആദ്യം വരുന്ന അവനവൻ തന്നെയാണ്. സ്വന്തം ശരീരം, സ്വന്തം മനസ്സ്. ഇപ്പോ ഞാൻ ആരോടെങ്കിലും വാശി തീർത്തുകൊണ്ട് ഞാൻ അതിനൊന്നും പോകില്ല, ഞാൻ തോറ്റു നിൽക്കാനാണ് തയ്യാറാകുന്നത് എന്ന് പറയുമ്പോഴും ഈ ഞാൻ ഭാവമാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ, ആണവമലം എന്ന് പറയുന്ന ഒരവസ്ഥ. ഈ ആണവമലമാണ് അവിടെ കിടന്ന് വർക്ക് ചെയ്യുന്നത്. ഞാൻ നല്ലതായിരിക്കണം, അല്ലെങ്കിൽ ഞാൻ എന്റെ വാശിയിൽ പിടിച്ചിരിക്കുന്നു, ആ വാശിയാണ് ജയിക്കേണ്ടത് എന്ന ആ തോന്നലാണ് അവിടെ കാരണമാകുന്നത്. അപ്പോ സ്വന്തം അനുഭവങ്ങളും ആവശ്യങ്ങളുമാണ് അവിടെ ഈ അവനവൻ എന്നുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോ സ്വാഭാവികമായിട്ടുള്ള ഏറ്റവും അടുത്ത ബന്ധം എന്ന് പറയുന്നത് അവനവനോടാണ്. അത് സ്വബോധത്തിന്റെ ആ കേന്ദ്രമുണ്ടല്ലോ, ഞാൻ എന്നറിയുന്നതിന്റെ ആ കേന്ദ്രത്തിന്റെ പരിധിയാണ് അവനവനായിട്ട് മനസ്സിലാക്കുന്നത്. അപ്പൊ ഇതിനോടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടാവുക. അത്
ഒരു 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 അസ്വാഭാവിക അവസ്ഥയിൽ സംഭവിക്കുമ്പോൾ അവനവനെയാണ് ഒട്ടും അറിയാതെ പോകുന്നത് എന്ന രീതിയിലേക്ക് മാറാനും സാധ്യതയുണ്ട്. അതൊരു സാമൂഹ്യ പശ്ചാത്തലത്തിൽ നമ്മുടെ നെർവസ് സിസ്റ്റം സ്വീകരിക്കുന്ന ഒരു പ്രത്യേകതര നയമാണ്. അത് ഭയത്തിൽ നിന്നും ഉണ്ടാകുന്നതാണ്. അത്തരം കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഇന്ന് സംസാരിക്കത്തില്ല, നാളെ നമുക്കത് സംസാരിക്കാം. അപ്പോ ഈ അവനവനോടുള്ള ഇഷ്ടമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്ടം. അപ്പൊ ഏറ്റവും അടുത്ത ഇഷ്ടം, ഇഷ്ടത്തിന്റെ ദൂരമാണല്ലോ നമ്മുടെ വിഷയം. അപ്പൊ ഏറ്റവും അടുത്ത ഇഷ്ടം അവനവൻ എന്നുള്ളതിലേക്കാണ്. ഇനി അടുത്ത സ്റ്റേജിലേക്ക് പോകുമ്പോൾ എന്തായി, മനുഷ്യബന്ധങ്ങളിലേക്കുള്ള ഒരു തരം വ്യാപനം. നമ്മൾ മറ്റു മനുഷ്യരുമായിട്ടുള്ള ഒരു ബന്ധം നമ്മൾ സൂക്ഷിക്കുന്നുണ്ട്, അതിലേക്കുള്ള ഒരു വ്യാപനം നമ്മൾ സൂക്ഷിക്കണം. അപ്പോൾ നമ്മൾ പ്രിയപ്പെട്ടവർ എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ ഏറ്റവും പ്രിയപ്പെട്ടത് അമ്മയും അച്ഛനുമായിരിക്കും. ഇണയായി കഴിയുമ്പോൾ പിന്നെ ഇണയോടായി ഈ ഇഷ്ടം. അച്ഛനമ്മ എന്നുള്ളതിലേക്ക് പ്രാധാന്യം സ്ഥാനം കൊടുക്കുമെങ്കിലും പ്രിയം ഈ ഇണയോടായി. ഇണയോടൊപ്പം ജീവിച്ച് കുറച്ച് കഴിയുമ്പോൾ മക്കളാവും, പിന്നെ മക്കളോടായി. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിയുന്ന സമയത്ത് മക്കളും പറക്കമുറ്റാനാകുന്ന സമയത്ത് പിന്നെ പതുക്കെ ബന്ധുക്കള്, കാരണം ഇവരൊക്കെ എന്റെ കൂടെ ഉണ്ടാവുള്ളൂ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഇവിടെ വന്ന് ചടങ്ങുകളൊക്കെ നടത്തേണ്ടത് അവരാണെന്നുള്ള രീതിയിൽ അവരോടൊരു ബന്ധം സൂക്ഷിക്കുന്ന ഒരവസ്ഥ. പിന്നെയാണ് നമ്മളെ ഇടപെടുന്ന ആളുകളുമായിട്ട് ഉള്ള അങ്ങനെ പരിചയക്കാരുടെ ഒരവസ്ഥയിലേക്ക് വരുന്നത്. അങ്ങനെ അടുപ്പത്തിന്റെ വ്യത്യസ്ത തലങ്ങൾ നമ്മൾ പതുക്കെ അനുഭവിക്കാൻ തുടങ്ങുന്നു. അപ്പോ അത് നമ്മുടെ പരിചയവും പങ്കിട്ട അനുഭവങ്ങളും നിർണ്ണയിക്കുന്ന ഒരു ദൂരമാണ്. ഒരു വ്യക്തിയെ നമ്മൾ എത്രത്തോളം പരിചയപ്പെടുന്നുണ്ട്, അവരുമായിട്ടുള്ള നമ്മൾ എത്രത്തോളം എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നു. നമ്മൾ ഒരു കല്യാണത്തിന് പോയി, അവിടെ ചെന്നിട്ട് നമ്മൾ ഒരു 5 പേരെ പരിചയപ്പെടുന്നു. അതിൽ ചിലർ നമ്മളുമായിട്ട് വളരെ പെട്ടെന്ന് ഹാർമണൈസ്ഡ് ആവും. നമ്മൾ അവരുമായിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നമ്മൾ പറയുന്നതിന്റെ തുടർച്ച അവർ സംസാരിക്കും, അവർ പറയുന്നതിന്റെ തുടർച്ച നമ്മൾ സംസാരിക്കും. അപ്പൊ ഒരു ഹാർമണി അവിടെ ഫീൽ ചെയ്യും. അപ്പൊ അവരോട് നമ്മൾ കൂടുതൽ അടുപ്പം കാണിക്കും. അതേ സഭയിൽ, അതേ സദസ്സിൽ ഇരുന്ന മറ്റൊരാൾ, അയാൾ സംസാരിക്കുന്നതിൽ ചിലപ്പോൾ ഗർവിന്റെ ഭാവമോ അയാളുടെ ചില വിഷയങ്ങൾ നമ്മൾ പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കുന്നതാവുന്ന സമയത്ത് നമ്മുടെ സിസ്റ്റം അതിനോട് ഒരു അകൽച്ച സൂക്ഷിച്ചു എന്ന് വരും. സംസാരത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷെ ഒരു അകൽച്ച സൂക്ഷിച്ചു എന്ന് വരും. അങ്ങനെ ആ അകൽച്ചയിൽ നിന്നും നമ്മൾ ആ ദൂരത്തെ, അല്ലെങ്കിൽ ആ ബന്ധത്തിന്റെ, ആ ഇഷ്ടത്തിന്റെ ദൂരത്തെ നമ്മൾ കുറച്ച് മാറ്റി നിർത്തും. അപ്പോ നമ്മുടെ അനുഭവം, പങ്കിട്ട അനുഭവമാണ്, നമ്മൾ അയാളുമായിട്ട് ഇന്ററാക്ട് ചെയ്തപ്പോൾ ഉണ്ടായ അനുഭവമാണ് അവിടുത്തെ ദൂരം നിർണ്ണയിച്ചത്. ഈ മനുഷ്യരുമായിട്ടുള്ള ഈ ഒരു ഇഷ്ടം എന്നുള്ള ആ ഒരു അവസ്ഥയുടെ കുറച്ചുകൂടെ അപ്പുറത്ത് ആണ് നമ്മള് ഈ പെറ്റ് ആനിമൽസിനോടുള്ള ഇഷ്ടം. വീട്ടിൽ പട്ടിയെ വളർത്തുന്നത്, വീട്ടിൽ പട്ടിയെ ബെഡ്റൂമിൽ കൂടെ കിടത്തി വളർത്തുന്ന സമയത്ത് ചിലപ്പോൾ അവരോടുള്ള ഇഷ്ടത്തിനേക്കാളും കൂടുതൽ പട്ടിയോടുള്ള ഇഷ്ടം വരും, അല്ലെങ്കിൽ അരുമമൃഗത്തോട് ഇഷ്ടം വരും. ഇത് റിലേറ്റീവ് ആണ്. എങ്കിലും സാധാരണ രീതിയിൽ നമ്മൾ വീട്ടിലൊരു പട്ടിയെ മുറ്റത്ത് കെട്ടിയിട്ട് വളർത്തുന്നു, അല്ലെങ്കിൽ മുറ്റത്ത് കെട്ടിയിടാതെ വളർത്തുന്നു. നമ്മൾ വില്ലേജിലൊക്കെ നമ്മൾ കെട്ടിയിടാറില്ലല്ലോ. അപ്പോൾ അവരെ അവിടെ വളർത്തുന്നു. ആ വളർത്തുന്ന സമയത്ത് നമുക്ക് അവരോട് താല്പര്യമുണ്ട്, ഇഷ്ടമാണ്. പ്രത്യേകിച്ചും അവ നമ്മളോട് പ്രത്യേകിച്ച് എന്താ പറയാ, ഒന്നും പ്രതീക്ഷിക്കാതെ നമ്മളോടുള്ള ഇഷ്ടം കാണിക്കുന്ന സമയത്ത് നമുക്ക് അവരോട് താല്പര്യം തോന്നും, ശരിയാണ്. പക്ഷെ മനുഷ്യരോളം നമ്മൾ പ്രാധാന്യം കൊടുക്കുക അവർക്ക് കുറവാണ്, അല്ലെ? സാധാരണ രീതിയിൽ കൊടുക്കാറില്ല. അപ്പോൾ അരുമമൃഗങ്ങള്, അതുപോലെ തന്നെ ഇപ്പോ ഒളിമ്പസ് പോലുള്ള സംവിധാനത്തിലാവുമ്പോൾ വെറും അരുമമൃഗങ്ങൾ മാത്രമല്ല, മറ്റു ജന്തുജാലങ്ങൾ, മറ്റു ജീവികൾ, ഇപ്പൊ പാമ്പ് വന്നാലും, ഒരു അരണ വന്നു കഴിഞ്ഞാലും, ഒരു ഒന്ത് വന്നു കഴിഞ്ഞാലും ഒക്കെ അതിനോടൊക്കെ, പന്നിയോടും ഒക്കെ നമുക്ക് ഈ അരുമമൃഗങ്ങളോടുള്ള ഏതാണ്ട് അതേ ആറ്റിറ്റ്യൂഡ് തന്നെയാണ് നമ്മൾ അവിടെയും പുലർത്തുക. ഇത് തന്നെ ഇതിന്റെ ഒരു വ്യത്യസ്ത കുറച്ചുകൂടെ മാറിയൊരു രൂപമാണ് ഈ വളർത്തു സസ്യങ്ങൾ. ഗാർഡനിങ് ഉള്ളവര് ചെയ്യുന്നത് ഈ അരുമമൃഗത്തെ, പെറ്റ് ആനിമലിനെ പോലെ പെറ്റ് പ്ലാന്റുകളും വളർത്തിക്കൊണ്ടുപോകുന്നത് അത് മറ്റൊരു തലമാണ് കേട്ടോ. അത് നമ്മൾ ആ ഇഷ്ടത്തിന് പ്രത്യേകമായിട്ടുള്ള ഒരു പരിധി കൽപ്പിച്ച് പ്രത്യേകമായിട്ടുള്ള ഒരു രീതിയിൽ നമ്മൾ അത് കൊണ്ടുപോകുന്നതാണ്. എങ്കിലും സാധാരണ രീതിയിൽ വളർത്തു സസ്യങ്ങളോട് നമുക്ക് ഒരു താല്പര്യമുണ്ട്. നമ്മുടെ വളർത്തു സസ്യത്തെ ആരെങ്കിലും കയറി ആക്രമിക്കുക പോലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ തടി രൂപം വെളിയിൽ വരും. അപ്പോ ഇവയുടെ പരിചരണം ഉണ്ടല്ലോ, നമ്മൾ അവയുമായിട്ട് ചേർന്ന് പരിചരിച്ച് അവരെ മെയിൻറ്റെയിൻ ചെയ്ത് അവരുടെ ഒരു വെൽനെസ്സിന് വേണ്ടി നമ്മൾ എഫേർട്ട് ചെലുത്തുന്ന ഒരവസ്ഥയില്ലേ, അവിടെയാണ് നമ്മൾ അതിനെ പ്രാധാന്യം കൊടുക്കുന്നത്. നമ്മൾ അതിനെ പരിചരിച്ചു, നമ്മൾ അതിന് വേണ്ടി എഫേർട്ട് ചെലുത്തി, ആ എന്റെ എഫേർട്ടിനാണ് നമുക്ക് താല്പര്യം. ഈ എഫേർട്ടാണ് ഈ ദൂരത്തെ നിശ്ചയിച്ചത്. അപ്പോ ഈ ജീവികളോടുള്ള ഇഷ്ടത്തിന്റെ ഒരു വിപുലീകൃത രൂപമാണ് വളർത്തു സസ്യങ്ങളോടും ജന്തുജാലങ്ങളോടും ഒക്കെയുള്ളത്.
നമ്മുടെ അരുമ മൃഗങ്ങളോടുള്ളതിന്റെ കുറച്ചുകൂടെ എക്സ്പാൻഡഡ് ആയിട്ടുള്ളത്. ഇത് ഞാൻ അതിനെ പരിചരിച്ചു, ഞാൻ അതിനോട് അടുപ്പം കാണിച്ചു എന്നുള്ളതാണ് ആദ്യത്തെ ഒരു കാരണമായിട്ട് വരുന്നതെങ്കിൽ, അത്തരം പരിചരണങ്ങൾ ഉടനീളം ജീവിതത്തിലുടനീളം കൊണ്ടുപോകുന്ന സമയത്ത് ആ അരുമ മൃഗങ്ങൾക്ക് ഉണ്ടാവുന്ന പ്രാധാന്യം, സ്പേസ്, അവരുടെ റൈറ്റ് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചുള്ള കൺസേൺ ആണ് പിന്നെയുള്ള മറ്റു ജീവജാലങ്ങളോടുള്ള നമ്മുടെ അടുപ്പമായിട്ട് വരുന്നത്. ഇനി ഇതിപ്പോ ഇതൊക്കെ നമ്മുടെ സ്വന്തം പരിധിയിൽ, നമ്മുടെ പറമ്പിൽ പെടുന്നതാണ്. ഇതല്ലാത്തതോ, നമ്മുടേതല്ലാത്ത സസ്യങ്ങൾ, എവിടെയെങ്കിലും ഉള്ള മരം, ഇപ്പോ ഏതെങ്കിലും ആൽമരം ആരെങ്കിലും വെട്ടാൻ പോയി കഴിഞ്ഞാൽ നാട് മുഴുവൻ ഇളകിയിട്ട് അതിനെതിരെ ഇടപെടാൻ വരുന്നത് കണ്ടിട്ടില്ല. അതുപോലെ കാട് മുറിയുന്ന സമയത്ത് നമുക്ക് അതിനോട് ഒരു അകൽച്ച തോന്നാറില്ലേ? ആ ഒരു പ്രക്രിയയോട് നമുക്ക് ദേഷ്യം വരാറില്ലേ? അപ്പോ ആദ്യം പരിചിതമായ ഒരവസ്ഥയിലാണ് നമ്മൾ അതിനോട് പ്രാധാന്യം കൽപ്പിച്ചെങ്കിൽ പിന്നെ അപരിചിതമായ ഒരവസ്ഥയിൽ അതിനോട് നമുക്ക് ആ ഇഷ്ടം നമുക്ക് ഉണ്ടായെന്ന് വരും. നമ്മുടെ ഉടമസ്ഥത എന്നുള്ള ഒരവസ്ഥയിൽ നിന്നും നമ്മുടെ അനുഭാവത്തിന്റെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഇങ്ങനെ വിപുലപ്പെടുന്നതാണ്. അപ്പോ വ്യക്തിപരമായ ഇഷ്ടത്തിന് ഇങ്ങനെ പല അതിരുകൾ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ കൽപ്പിച്ചു വരുന്നു. അങ്ങനെ വരുമ്പോൾ അത് ഭൂമിയിലേക്ക് വ്യാപിക്കും. അവനവന്റെ മണ്ണ്, മറ്റുള്ളവരുടെ മണ്ണ് തുടങ്ങിയ കാര്യങ്ങൾ. പിന്നെ സ്വന്തം മണ്ണിനോടുള്ള, ഇപ്പൊ ഞാൻ ജനിച്ചു വളർന്ന നാടിനോടുള്ള പ്രത്യേക അടുപ്പം, ഇത് ഞാൻ ചെന്ന് കണ്ടിട്ടുള്ള സ്ഥലങ്ങളോടുള്ള അടുപ്പം, ഭൂമി എന്ന ആ ഒരു പൊതുഭവനത്തിലേക്ക് നമ്മളെ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യുന്ന ഒരവസ്ഥ, അത് കഴിഞ്ഞ് അങ്ങനെ പ്രപഞ്ചത്തിലേക്കുള്ള ആ ഒരു അവസ്ഥ, ഭൂമി, സൗരയൂഥം, പ്രപഞ്ചം എന്നുള്ള രീതിയിൽ. അപ്പോൾ പരിചിതമായിട്ടുള്ള അവസ്ഥയിൽ നിന്നും അതിന്റെ അതിരുകൾക്കപ്പുറത്തുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ബന്ധബോധത്തെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ബന്ധബോധത്തിന്റെ ഏറ്റവും വിശാലമായ പരിധി ഉണ്ടല്ലോ, ആ പരിധിയിലേക്ക് ഇഷ്ടത്തിന്റെ തീവ്രത ഇങ്ങനെ കുറഞ്ഞു മാറുന്ന ഒരു വിധാനം നമുക്ക് കാണാൻ കഴിയും. ഈ ഇഷ്ടത്തിന്റെ ദൂരം എന്ന് പറയുന്നത് സ്വന്തം അനുഭവത്തിന്റെ അടുപ്പമാണ്. സ്വന്തം അനുഭവത്തിൽ നിന്നാണ് ഇഷ്ടം രൂപപ്പെടുന്നത്. അത് നമുക്ക് ആ പരിചയം, അതുമായിട്ടുള്ള പരിചയം അത് എത്രത്തോളം ആഴത്തിലുള്ളതാണ്, നമ്മൾ എത്ര കാലം, എത്ര തവണ അതുമായിട്ട് ഇന്ററാക്ട് ചെയ്തു, ഇതെല്ലാം തന്നെ നിർണ്ണയിക്കുന്നതാണ്. അവിടെ ഉണ്ടാവുന്ന ജീവിതാനുഭവങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഒരുമിച്ച് പങ്കിട്ട സമയം, ഒരുമിച്ച് പങ്കിട്ട ആശയങ്ങൾ, ഇതൊന്നും ആയിരിക്കില്ല. അതിനേക്കാളും കൂടുതൽ നമുക്ക് അതുമായി ചേർന്നിരിക്കുന്ന സമയത്ത് നമുക്കുള്ളിൽ അനുഭവപ്പെടുന്ന ഒരു സെക്യൂരിറ്റി ഫീലിംഗ് ഉണ്ട്. ഇപ്പൊ എനിക്കിഷ്ടപ്പെടുന്ന വിഷയങ്ങൾ സംസാരിക്കുന്ന ഒരാളുമായിട്ട് സംസാരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു, ശരിയാണ്. പക്ഷെ അതൊക്കെയാണെങ്കിലും നമുക്ക് അവരോട് ഇഷ്ടം പൂർണ്ണ രൂപത്തിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. കാരണം നമ്മൾ അവിടെ സെക്യൂർഡ് ആണോ എന്നുള്ളത്. ചില ആളുകളായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന വിഷയങ്ങൾ അവരോട് സംസാരിക്കാനേ പറ്റില്ല. കാരണം അവർക്ക് അറിയില്ല, നമ്മൾ പറയുന്ന വിഷയങ്ങളൊന്നും അവർക്ക് മനസ്സിലാവില്ല. പക്ഷെ നമ്മൾ വളരെ കംഫർട്ടബിൾ ആയിരിക്കും. കാരണം എന്താ, നമ്മളവിടെ സെക്യൂർഡ് ആയിട്ട് ഫീൽ ചെയ്യും. നമ്മുടെ നെർവസ് സിസ്റ്റം അതിനനുസരിച്ച് വർക്ക് ചെയ്തു. അപ്പോ ഈ നമ്മള് പരിചയത്തിന്റെ ഒരവസ്ഥ, പങ്കിട്ട ജീവിതാനുഭവത്തിന്റെ അവസ്ഥ, അതുപോലെ തന്നെ പരിചരണം, നമ്മൾ അതിനെ പരിചരിക്കുന്നതിന്റെ ഒരവസ്ഥ, പിന്നെ നമ്മുടെ ഉടമസ്ഥാവകാശത്തിന്റെ ഒരവസ്ഥ, ഇങ്ങനെ ഭൗതികവും വൈകാരികവുമായിട്ടുള്ള അടുപ്പം നമുക്ക് എന്തിനോടുണ്ടാവുന്നു, അതെല്ലാം തന്നെ ഇഷ്ടത്തെ രൂപപ്പെടുത്തുന്നു. ഇതിന്റെ തീവ്രതയ്ക്കനുസരിച്ച്, ഭൗതികമായ വൈകാരികമായ അടുപ്പത്തിന്റെ തീവ്രതയ്ക്കനുസരിച്ച്, അതിന്റെ ഉടമസ്ഥതയ്ക്കനുസരിച്ച്, പരിചരണത്തിനനുസരിച്ച്, ജീവിതാനുഭവങ്ങൾക്കനുസരിച്ച്, പരിചയത്തിന്റെ അതിനനുസരിച്ച് ഈ ദൂരം ഇങ്ങനെ മാറിപ്പോകും. ഇത് ഈ ആത്മസാക്ഷാത്കാരം ഉണ്ടായിക്കഴിഞ്ഞാൽ ലോകത്തിൽ എല്ലാ കാര്യങ്ങളും ഒന്നാണെന്ന് മനസ്സിലാവും. ആ സിംഗുലാരിറ്റി ബോധ്യപ്പെടാൻ നമ്മൾ ഒന്നാണെന്നുള്ള തിരിച്ചറിവിലേക്ക് വരുന്നൊക്കെ പറയുന്നില്ലേ. ഈ പറച്ചില് ആശയപരമായിട്ടൊക്കെ ശരിയാണ്, പക്ഷെ പ്രായോഗികമായിട്ട് അത് അങ്ങനെയല്ല. ഇത് ആത്മസാക്ഷാത്കാരം ഉണ്ടായ ഒരാളാണെങ്കിലും ശരി, അവർക്കും ഈ അടുപ്പത്തിലുള്ള വ്യത്യാസങ്ങൾ. ഈ ആത്മസാക്ഷാത്കാരം എന്ന് പറയുമ്പോൾ എന്തൊരു വിപുലപ്പെട്ട സാധനമാണെന്ന് എല്ലാവരും വിചാരിക്കാറുണ്ട്. ആത്മസാക്ഷാത്കാരം ഉണ്ടെങ്കിലും ഇത് വെവ്വേറെ തന്നെയാണ്. ആ ദ്വന്ദ്വം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഈ ആത്മസാക്ഷാത്കാരം എന്നുള്ളത് ഒരിക്കലും ഇഷ്ടത്തിന്റെ വിധാനത്തെ ഇല്ലാതാക്കുന്നില്ല. മനുഷ്യബോധത്തിന്റെ ആ ഉണ്ടാവുന്ന അടുപ്പം എന്ന് പറയുന്നുണ്ടല്ലോ, ആ വ്യത്യാസങ്ങൾ ആത്മസാക്ഷാത്കാരം ഉണ്ടായാലും അവിടെ നിലനിൽക്കും. എല്ലാവരും ഒരേ തീവ്രതയിൽ ഇഷ്ടപ്പെടുക എന്നുള്ളത് സ്വാഭാവികമല്ല. അത് കേവലം യൗക്തികമാണ്. അത് ഒരു കേവലം ആശയം മാത്രമാണ്, വെറും ഒരാശയം. കൃത്യമായിട്ട് അങ്ങനെയല്ല വർക്ക് ചെയ്യും. ഈ ഇഷ്ടത്തിന്റെ ദൂരം എന്നുള്ളത് മനുഷ്യ അനുഭവത്തിന്റെ ഭാഗമായിട്ട് വരുന്നൊരു കാര്യമാണ്. മനുഷ്യാനുഭവം എന്ന് പറയുന്നത്, ഇപ്പൊ ഞാനിവിടെ ഇരിക്കുമ്പോൾ ഞാൻ ഇരിക്കുന്ന ഇടമാണ് എന്റെ ഇടം. ആ
അതിന് കുറച്ച് ദൂരെയുള്ള സ്ഥലം എന്നുള്ളത് വേറെയുണ്ട്. ഞാൻ ഇതെല്ലാം സമഭാവത്തിൽ ഞാൻ കാണണം എന്ന് പറഞ്ഞിട്ട് പ്രപഞ്ചത്തിന്റെ മറ്റേ അറ്റത്തുള്ള ഒരു സ്ഥലവും ഞാനിരിക്കുന്ന സ്ഥലം പോലെ തന്നെയാണ് എന്ന് എനിക്ക് ആശയം കൊണ്ട് പറയാം. പക്ഷെ എന്റെ അനുഭവത്തിലല്ല, എനിക്കത് കൈകാര്യപരമല്ല, കൈകാര്യക്ഷമമല്ല. എനിക്ക് അവിടെയുള്ള ഒരു കാര്യത്തെ തിരിച്ചു വയ്ക്കാൻ കഴിയില്ല. അപ്പൊ നമുക്കിവിടെ ഉണ്ടാവുന്ന ഈ പറയുന്ന പ്രപഞ്ചത്തെക്കുറിച്ചുള്ള, സ്ഥലത്തെക്കുറിച്ചോ വസ്തുവിനെ കുറിച്ചോ വ്യക്തിയെക്കുറിച്ചോ ഉള്ള ആ സമത്വബോധം എന്ന് പറയുന്നത് ഒരേ അളവിലുള്ള ഇഷ്ടം ഉണ്ടാകണം എന്ന് പറയുന്ന ഒരാശയം മാത്രമാണ്. അത് വസ്തുതയല്ല. എന്ത് ആത്മസാക്ഷാത്കാരം ഉണ്ടായാലും അത് വസ്തുതയല്ല. അപ്പോ ഇതിന്റെ ഒരു സീക്വൻസ്, ഇഷ്ടത്തിന് ഒരു കൃത്യമായിട്ടൊരു സീക്വൻസ് ഉണ്ട്. അത് അവനവനിലാണ് തുടങ്ങുക. പിന്നെ പ്രിയപ്പെട്ടവര്, ബന്ധുക്കള്, പരിചയക്കാര്, പിന്നെ അരുമമൃഗങ്ങള്, ജന്തുജാലങ്ങൾ, വളർത്തു സസ്യങ്ങള്, മറ്റ് സസ്യങ്ങള്, കാട്, പിന്നെ നമ്മുടെ മണ്ണ്, പിന്നെ മറ്റുള്ളവരുടെ മണ്ണ്, ഭൂമി, സൗരയൂഥം, പ്രപഞ്ചം. ഇങ്ങനെ ഇഷ്ടം എന്നുള്ളത് കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ആരംഭിക്കുന്നത്. ആ ബന്ധങ്ങൾ വികസിക്കുമ്പോൾ പരിധി വ്യാപിക്കുന്നു. ആ ദൂരത്തേക്ക് പോകുന്തോറും തീവ്രത കുറയും. തീവ്രത കുറയും തോറും കുറഞ്ഞാലും, തീവ്രത കുറഞ്ഞു എന്ന് വെച്ചാലും ഈ ബന്ധബോധം എന്നുള്ളത് അത് നിലനിൽക്കും. ഈ ആത്മീയത എന്നുള്ള ആ ഒരു കാര്യം ഇഷ്ടത്തിന്റെ ദൂരം ഒരിക്കലും ഇല്ലാതാക്കില്ല. ആത്മീയതയോ ആത്മസാക്ഷാത്കാരമോ ഒന്നും ഒരിക്കലും ഇല്ലാതാക്കില്ല. സ്വന്തം കേന്ദ്രത്തിൽ നിന്നും സമഗ്ര ജീവിതത്തിലേക്കുള്ള ബോധവ്യാപനമാണ് ഈ പറയുന്ന ഇഷ്ടത്തിന്റെ മാറ്റം എന്ന് പറയുന്നത്. സ്വന്തം കേന്ദ്രത്തിൽ നിന്നും സമഗ്ര ജീവിതത്തിലേക്കുള്ള ബോധത്തിന്റെ വ്യാപനം ആണ് ഈ ദൂരത്തെ നിർണയിക്കുന്നത്. അത് എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടലല്ല, എല്ലാവരെയും ജീവിതത്തിന്റെ ഭാഗമായി കാണുക എന്നുള്ള പ്രായോഗിക അവസ്ഥയാണ് ഈ ഇഷ്ടത്തിന്റെ ദൂരം എന്ന് പറയുന്നത്. ഇത് എല്ലാവർക്കുമുണ്ട്, എല്ലായിടത്തുമുണ്ട്. ഇത് ബോധ്യപ്പെടുക, ഈ ഇഷ്ടത്തിന്റെ ദൂരം ബോധ്യപ്പെടുക. നമ്മുടെ ആത്മീയ ബോധ്യം എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങളെ ശരിയായ രീതിയിൽ ബോധ്യപ്പെടാനുള്ള ഒരു ടൂളായിട്ട് വേണം ഉപയോഗിക്കാൻ. അപ്പോൾ ആത്മീയതയുടെ ഒരു തലത്തിലൂടെ നമ്മൾ കടന്നു പോകുന്ന സമയത്ത് എല്ലാത്തിനും സമഭാവം നൽകേണ്ടതുണ്ട്, സമദൂരം നൽകേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുകയും, എന്നാൽ പ്രായോഗികമായി നമ്മൾ നിൽക്കുന്നിടത്തേക്ക് ഏറ്റവും അടുപ്പും കുറച്ച് ദൂരത്തേക്കുള്ളതിനോട് കുറച്ച് ദൂരത്തിലുള്ള ഇഷ്ടവും കാണുന്ന ഒരവസ്ഥയാണ് ഉണ്ടാവുക. അങ്ങനെയാണ് ഇരിക്കുക. അത് കൃത്യമായി ബോധ്യപ്പെടേണ്ടതുണ്ട്. ജീവിതത്തിലെ ചില പ്രത്യേക ഘട്ടങ്ങൾ നിരീക്ഷിച്ചപ്പോൾ ബോധ്യം വന്ന ഒരു കാര്യമാണിത്. പങ്കിട്ടുവെന്ന് മാത്രം. നിങ്ങളുടെ ജീവിതത്തിലെ ഇഷ്ടങ്ങൾ അതിനെത്രത്തോളം ദൂരങ്ങൾ നിങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ ഒന്ന് പരിശോധിക്കുക. ആ പരിശോധനയുടെ വെളിച്ചത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടങ്ങളെ ശരിയാമിതം കൈകാര്യം ചെയ്യാൻ കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.